എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശാഭിമാനി ഒരു വാർത്ത കൊടുത്തു. അത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണത്. വാർത്തയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കേന്ദ്രത്തിൻ്റെ വിഷു കൈനീട്ടം, ഡീസലിൻ്റെ കയറ്റുമതി തീരുവ കുത്തനെ കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കാർഡും ഒക്കെ ഇതിനിറക്കിയിട്ടുണ്ട്. ഇതിനനുബന്ധമായിട്ടുള്ള ഒരു വാർത്തയും വളരെ വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഇറക്കിയിരിക്കുന്നതിനെ ദേശാഭിമാനി ആശ്രയിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന വാർത്ത ശരിയാണോ, അതോ ഇത് ദേശാഭിമാനി ജെനുവിനായിട്ട് കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുന്ന ഒരു വാർത്തയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം. ദേശാഭിമാനിയുടെ ഈ വാർത്തയിൽ എഴുതിയിരിക്കുന്നത് ഡീസലിന് ഷോക്ക് എന്നാണ്. എന്നിട്ടാണ് ഇതിങ്ങനെ കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ഈ റേറ്റ് എന്നൊക്കെ ഇവർ പറഞ്ഞിരിക്കുന്നത്. ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാജ്യത്ത് ഡീസലിൻ്റെയും വിമാന ഇന്ധനത്തിൻ്റെയും കയറ്റുമതി തീരുവയിലും എക്സൈസ് തീരുവയിലും വൻ വർധനവ് വരുത്തി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ആഭ്യന്തര വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനും സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിലുണ്ടാകുന്ന അസ്ഥിരത കണക്കിലെടുത്താണ് പുതിയ നടപടി. എന്നിട്ട് എത്ര രൂപയാണത് കൂട്ടിയിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡീസലിൻ്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 21.5 രൂപയായിരുന്നത് 55.5 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ എക്സൈസ് തീരുവ ലിറ്ററിന് 24 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് 36 രൂപയായി. വിമാന ഇന്ധനത്തിൻ്റെ കയറ്റുമതി തീരുവ 29.5 രൂപയിൽ നിന്ന് ലിറ്ററിന് 42 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ട്. അതേസമയം പെട്രോളിൻ്റെ കയറ്റുമതി തീരുവയിൽ നിലവിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നിവർ പറയുന്നുണ്ട്. ഇനി ഇത് കൂടാതെ അവർ എഴുതിയിരിക്കുന്നത്: പുതിയ വിജ്ഞാപനം വന്നതോടെ ഡീസലിൻ്റെ നികുതി ഭാരം പഴയതിനേക്കാൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വിപണിയിൽ എത്തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ഇന്ധന മേഖല എന്നൊക്കെയാണ് ദേശാഭിമാനി ഈ വാർത്തയിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നതിനെക്കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത്. ആ സത്യാവസ്ഥ എന്താണ് എന്ന് ഒരു വരിയിൽ അതിൻ്റെ പകുതി ഭാഗത്ത് ദേശാഭിമാനി ഈ വാർത്തയിൽ പറയുന്നുണ്ട്. പക്ഷേ ബാക്കി വാർത്ത നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ന്യൂസ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലേഖകനോ ഇത് വെറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു തലക്കെട്ട് തീരുമാനിച്ചിരിക്കുന്ന എഡിറ്ററിനോ സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ധാരണയുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മളിവിടെ ചോദിക്കേണ്ടത്. കാരണം നമുക്കറിയാം, വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് ഉണ്ട്, യുദ്ധ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ കൂടി ഇന്ധനമൊക്കെ കയറ്റി വരുന്ന കപ്പലുകൾക്ക് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. അതിനെയൊക്കെ കുറേയധികം നെഗോസിയേഷൻസ് വഴിയാണ് നമ്മൾ അതിജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഡീസലിൻ്റെ വിലവർധന വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കും എന്നുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഡീസലിൻ്റെ ലഭ്യത കുറയ്ക്കാതിരിക്കാനും അത് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഈ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒട്ടും മനസ്സിലാക്കാതെ കുറേയധികം ഊഹാപോഹങ്ങളും കേന്ദ്ര സർക്കാരിനോടുള്ള കുറ്റപ്പെടുത്തലുമൊക്കെയാണ് ഇത് ഒരു വിഷു കൈനീട്ടം എന്ന രീതിയിലത്തേക്കൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു തലക്കെട്ടാക്കി ദേശാഭിമാനി കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം. ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡീസൽ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്തതിന് ശേഷം അതിൻ്റെ റിഫൈനിങ് ചാർജസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു തുകയുണ്ട്. ആ തുകയ്ക്ക് മുകളിൽ അതിനെ വിറ്റുകഴിഞ്ഞാൽ ഈ റിഫൈനേഴ്സിനെല്ലാം തന്നെ വലിയ ലാഭമാണ്. അങ്ങനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിനെ റിഫൈൻ ചെയ്തിട്ട് ആ കോസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം കിട്ടുന്ന ഡീസലിൻ്റെ വിലയും അന്താരാഷ്ട്ര വിപണിയിലെ ഡീസലിൻ്റെ വിലയും തമ്മിൽ കാര്യമായ അന്തരമുണ്ട്. ഒരു ചെറിയ കണക്ക്, ഇത് ആക്ച്വൽ ഫിഗേഴ്സ് അല്ല, ഒരു ചെറിയ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് അതിനെ റിഫൈൻ ചെയ്തതിന് ശേഷം സപ്പോസ് ഒരു ബാരലിന് $30 ആണ് എങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഒരുപക്ഷെ അതിൻ്റെ വില എന്നത് ഏതാണ്ട് $60 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ റിഫൈനേഴ്സിന് വലിയ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് അവർക്ക് എല്ലാ ചെലവും കഴിഞ്ഞ് $30 മാത്രമാണ് ഒരു ബാരലിനാകുന്നത് എങ്കിൽ അവർക്ക് വീണ്ടും അഡീഷണലായിട്ട് ഒരു $30 ഒരു ബാരലിന് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഭ്യന്തര വിപണിയിലേക്ക് ഡീസലിൻ്റെ ലഭ്യത അതിനെ ഒരു പരിഗണനാ വിഷയമല്ലാതെ അതിനെ അഫക്റ്റ് ആയി കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്ന് കരുതിക്കൊണ്ട് ലഭ്യമായിരിക്കുന്ന ഡീസലെല്ലാം തന്നെ കയറ്റുമതി ചെയ്യുന്നതിന് നമ്മുടെ റിഫൈനേഴ്സ് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മറ്റ് തീരുവകളെല്ലാം തന്നെ നമ്മൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് ഡീസൽ റിഫൈൻ ചെയ്തതിന് ശേഷം അതിനെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രോഫിറ്റും
ഈ ഒരു പുതിയ കയറ്റുമതി തീരുവ വന്നതോടുകൂടി, അത് വർദ്ധിച്ചതോടുകൂടി റിഫൈനേഴ്സിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അതായത് നേരത്തെയുള്ള ഉദാഹരണത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ $30 റിഫൈനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള കോസ്റ്റ് എങ്കിൽ ഈ എക്സ്പോർട്ട് തീരുവയിലെ വർധനയും കൂടി അതിൽ വന്നതിന് ശേഷം ഏതാണ്ട് $55-60 അതിൻ്റെ വിലയുണ്ടാകും. അതിനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കയറ്റി അയച്ചതുകൊണ്ട് വളരെ ചെറിയ ലാഭം മാത്രമേ നമ്മുടെ റിഫൈനേഴ്സിന് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരിപാടിക്ക് നമ്മുടെ റിഫൈനേഴ്സ് ഒന്നും തന്നെ പോവുകയില്ല. അതുകൊണ്ടുള്ള ഗുണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കാണ്. കാരണം ഇവിടെ ഡീസലിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ ഏതൊരു കമ്മോഡിറ്റിയും, ഭക്ഷ്യവസ്തുക്കളായിക്കോട്ടെ മറ്റു വസ്തുക്കളായിക്കോട്ടെ, അതെല്ലാം തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ആഭ്യന്തരമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡീസലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഡീസലിന് ഷോർട്ടേജ് ഉണ്ടാവുകയും ഡീസലിൻ്റെ വില വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവശ്യ വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വിലവർധന ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കയറ്റുമതി തീരുവ വല്ലാതങ്ങ് വർദ്ധിപ്പിച്ചതോടുകൂടി നമ്മുടെ നാട്ടിൽ ഡീസലിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നു. അത് കയറ്റുമതി ചെയ്യുന്നത് കൊണ്ട് റിഫൈനേഴ്സിന് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഡീസൽ കാര്യമായിട്ട് ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുഗതാഗതത്തിനെ അത് ഒരു തരത്തിലും ട്രാൻസ്പോർട്ടേഷനെയും ഗുഡ്സ് മൂവ്മെൻറ്റിനെയും ഒന്നും അത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നില്ല. അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത അത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അത് മനസ്സിലാക്കാതെയാണ് വിഷു കൈനീട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ കളിയാക്കാനായിട്ട് ദേശാഭിമാനി ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇനി ദേശാഭിമാനിയുടെ ഈ വാർത്തയിൽ നമ്മൾ ഇതിനോടകം തന്നെ വായിച്ച ആ ഭാഗത്തേക്ക് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഭാഗത്ത് പകുതി സെൻറ്റൻസിൽ ഇതിൻ്റെ സത്യാവസ്ഥ അവർ പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കി നോക്കുക, സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഒന്നാമത്തെ കാര്യം, സർക്കാരിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്പോർട്ട് സെസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു ലക്ഷ്യം ഈ വില വർധനയ്ക്ക് തീരെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇതുകൊണ്ട് നമ്മൾ ടെക്നിക്കലി നോക്കുന്ന സമയത്ത്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് വലിയ വില വർധനയാണ്, അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയാമെങ്കിലും ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയെ ഇത് ഒഴിവാക്കുകയാണ് എന്നതുകൊണ്ട് ഈ കാര്യമായിട്ടുള്ള എക്സ്പോർട്ട് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള റവന്യൂ വർധനയും കേന്ദ്ര സർക്കാരിന് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ അമിത വരുമാനം അല്ലെങ്കിൽ അധിക വരുമാനം കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറയുന്നത് തെറ്റാണ്. 2, അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇനി ഇതിൽ ദേശാഭിമാനി കാര്യം അറിയാതെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതേസമയം പെട്രോളിൻ്റെ കയറ്റുമതി തീരുവയിൽ നിലവിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ മനസ്സിലാക്കാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ഉദാഹരണത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പെട്രോളിനെ ഇതേപോലെ റിഫൈൻ ചെയ്ത് അതിനെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാര്യമായിട്ടുള്ള ലാഭമില്ല. കാരണം റിഫൈനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡീസലിൻ്റെ വിലയും അന്താരാഷ്ട്ര വിപണിയിലെ ഡീസലിൻ്റെ വിലയും തമ്മിലുള്ള കാര്യമായിട്ടുള്ള ആ അന്തരം പെട്രോളിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പൊതുഗതാഗതത്തിനും ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമൊക്കെ അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഉപയോഗിക്കുന്നത് ഡീസലാണ്, പെട്രോൾ അല്ല. പെട്രോൾ കൂടുതലായിട്ടും പാസഞ്ചർ മൂവ്മെൻറ്റിനുള്ള വെഹിക്കിൾസിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോളിന് ഇങ്ങനെ ഒരു കയറ്റുമതി തീരുവ വർദ്ധിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ലാഭവും ഇതിലുണ്ടാകാൻ പോകുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിപണി ഇടപെടൽ അതുകൊണ്ട് സാധ്യമാകുന്നുമില്ല. അതല്ലാതെ ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ് എന്ന മട്ടിലൊക്കെ തന്നെ ദേശാഭിമാനി എഴുതിവിടുന്നത് എന്തുകൊണ്ടാണ് പെട്രോളിൻ്റെ സെസ് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രയോജനവും ആർക്കും ഉണ്ടാകാതിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് കാര്യമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇനി ഇതിൻ്റെ അവസാനം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പുതിയ വിജ്ഞാപനം വന്നതോടെ ഡീസലിൻ്റെ നികുതി ഭാരം പഴയതിനേക്കാൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും അങ്ങനെ ഒരു വർധനയുടെ ബുദ്ധിമുട്ട്, അഡീഷണൽ ആയിട്ടുള്ള ഒരു ബേർഡൻ സാധാരണക്കാരനുണ്ടാകുന്നില്ല. ഇത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്നില്ല, ഇന്ധന കമ്പനികൾക്കും ഉണ്ടാകുന്നില്ല. കാരണം അവർ എക്സ്പോർട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെ എക്സ്പോർട്ട് കട്ട് ചെയ്യുന്നതോടുകൂടി അവർ പിന്നീട് ഈ പറയുന്ന കൂടിയിരിക്കുന്ന സെസ് ഒന്നും തന്നെ എങ്ങും കൊടുക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ സാധാരണക്കാരനും നഷ്ടമില്ല, ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും നഷ്ടമില്ല, റിഫൈനേഴ്സിനും നഷ്ടമില്ല. മറിച്ച് ഇന്ധനത്തിൻ്റെ ലഭ്യത ഇവിടെ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ എനിക്ക് ദേശാഭിമാനിയോട് ചുരുക്കത്തിൽ പറയാനുള്ളത്, നിങ്ങൾ ഒരു വിഷയത്തിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കാര്യമായി മനസ്സിലാക്കി അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കേവലം ഇങ്ങനെ എക്സ്പോർട്ട് സെസ് വർദ്ധിപ്പിച്ചു എന്ന് കാണുന്ന സമയത്ത് അത് എന്തോ സർക്കാർ നൽകുന്ന ഇരുട്ടടിയാണ് എന്ന മട്ടിൽ നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു വിവരം കെട്ട തലക്കെട്ടൊക്കെ കൊടുത്തുകൊണ്ട് ഒരു വാർത്ത ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. കേന്ദ്രത്തിൻ്റെ വിഷു കൈനീട്ടം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലല്ല
അങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അവരുടെ വാർത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി ദേശാഭിമാനി ഇങ്ങനെ ചില മണ്ടത്തരങ്ങൾ ഒക്കെ തന്നെ വാർത്തയായിട്ട് പടച്ചു വിട്ടിട്ടുണ്ട്. അതെന്തായാലും തിരുത്തുന്നതിന് വേണ്ടി അവർ ശ്രദ്ധിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് തീരുമാനം എടുത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.